കോൺഗ്രസിന് എനിക്ക് വിരോധമില്ലെന്നേ. എന്നെക്കാളും മികച്ച എത്രയും നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട്. എനിക്ക് സന്തോഷമുള്ളൂ. എന്നെ താരതമ്യം ചെയ്ത് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെ പുകഴ്ത്തി പറഞ്ഞ് എനിക്ക് സന്തോഷമുള്ളൂ. അവരൊക്കെ എൻ്റെ നേതാക്കന്മാരല്ലേ. രമേശ് ചെന്നിത്തല എൻ്റെ നേതാവാ. സംശയം എന്താ? അല്ല, അത് അവർക്ക് പറയാനേ. അവർക്കൊരാളെ വിമർശിക്കാം. ഞാനൊരു വർഗീയമായ നിലപാട് ഏതെങ്കിലും കാലത്ത് എടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാലോ. താങ്കൾ സാമുദായിക നേതാക്കന്മാരെ കാണാൻ പോകുന്നുണ്ടോ കാര്യം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലെ നേരത്തെ തന്നെ ഇതൊക്കെ നേരത്തെ അല്ല പരസ്യമായിട്ടല്ലേ പോകുന്നത്. പരസ്യം എന്റെ വാഹനം കേടായിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കൊണ്ട് എന്റെ ടയറിലെ എയർ തീർന്നിട്ട് വേറെ വണ്ടി എടുത്തുകൊണ്ടാണ് ഞാൻ പോയത്. വേറെ വണ്ടി കാക്കനാടുള്ള എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ കൊണ്ട് വണ്ടി എടുത്ത് പോണ്. സിനഡിന്റെ ആസ്ഥാനത്ത് പോകാൻ വേണ്ടിട്ട് വേറെ വണ്ടി പോണതിന്റെ രഹസ്യമാണ്. അതിൽ തന്നെ പെട്ട എത്രയോ ബിഷപ്പ്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ ഞാൻ താമരശ്ശേരി ബിഷപ്പിനോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വയനാട്ടിലെ പരിപാടിക്ക് പോയത്. എല്ലാ സ്ഥലത്തും പോകാറുണ്ട്. അതിനെന്താ ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ പോകില്ല എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഞാൻ പറഞ്ഞിരിക്കുന്നത് എവിടെയും എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് തിന്ന എവിടെയും എത്തും. ഞാൻ പണ്ട് പറഞ്ഞിരിക്കുന്ന ഒറ്റ വാചകമുള്ളൂ. അത് ഈ സമുദായ നേതാക്കളോടല്ല പറഞ്ഞേക്കണം, രാഷ്ട്രീയ നേതാക്കളോടാണ് പറഞ്ഞത്. അതായത് രാഷ്ട്രീയ നേതാക്കൾ പരിധി വിട്ട് സമുദായ നേതാക്കളെ ആശ്രയിച്ചൊരു കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് MLA ആയിരിക്കും. എന്താ പറഞ്ഞത്? അവരൊക്കെ നല്ല ആളുകളാണെന്ന് പറഞ്ഞു സമുദായ നേതാക്കൾ. അവരിയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ ഇരിക്കാനേ പാടുള്ളൂ, കിടക്കിടുന്നു. അത് രാഷ്ട്രീയ നേതാക്കളോടാണ് പറഞ്ഞത്. അവരിയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ പോയി ഇരുന്നാൽ മതി. ഇരിക്കാൻ പറയുമ്പോൾ കിടക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ വാചകം. മനസ്സിലായ? ഞാൻ കിടക്കൂലല്ലോ അവരൊന്നും മുമ്പിൽ. ഞാൻ അവരുടെ മുമ്പിൽ ഇരിക്കുള്ളൂ. അവരിയ്ക്കാൻ പറഞ്ഞ ഒരു നഷ്ടം ഉണ്ടാക്കില്ല. കോൺഗ്രസിന് വർഗീയതയ്ക്കെതിരായ നിലപാട് എന്താ? അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി വരുന്നുണ്ടെന്ന്. ആ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് നടത്തുന്നത്, അല്ലേ? അവിടെ അദ്ദേഹം വർഗീയതയ്ക്കെതിരായിട്ട് പോരാട്ടം നടത്തുമ്പോൾ ഇവിടെ വർഗീയതയുമായി ഞങ്ങൾ സന്ധി ചെയ്താലാണ് കോൺഗ്രസിന് ദോഷം വരുന്നത്. അല്ല, ഞങ്ങൾ ആരുമായിട്ടും വഴക്കിടണ്ടെന്നാണ്. എനിക്കും അങ്ങനെ തന്നെ. കോൺഗ്രസിന്റെ മൊത്തം ലൈൻ അതാണ്. ഒരാളായിട്ടും വഴക്കിടാൻ പോകണ്ടെന്നാ. പക്ഷേ ആര് വർഗീയത പറഞ്ഞാലും ഞങ്ങൾ അതിനെതിർക്കും. ഒറ്റ പോയിന്റിലേ ഉള്ള പ്രശ്നം. ഒറ്റ പോയിന്റിൽ ആര് വർഗീയത പറയാലും, ഏത് സമുദായ നേതാവോ ഏത് രാഷ്ട്രീയ നേതാവോ ആരും വർഗീയത പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ കേരളത്തിൽ നോക്കിയാൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല. ആരായാലും അവർക്ക് അങ്ങനെയൊന്നും ഒരു പരാതിയില്ല. അവരങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അത് നിങ്ങൾ അന്വേഷിക്കാതൊക്കെ നിങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരു കമൻറ്റില്ല. എനിക്ക് കമൻറ്റ് പറയാനുള്ളത് ഇതാണ്. ഞാൻ പറഞ്ഞ വാചകം, കേരളത്തിലൊരു തീപ്പൊരി വീഴാൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ കൈകളിലേക്ക് തീപ്പന്തം എറിഞ്ഞു കൊടുക്കുന്ന നടപടിയാണ് CPM ചെയ്യുന്നത്. അത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ്. കേരളത്തിലെ CPMന്റെ അവസാനത്തിൻ്റെ ആരംഭം ഇതുകൊണ്ട് കുറിക്കും. ഞാനീ പറയുന്നത് എഴുതി വെച്ചു. ആർക്കാണ് ഇതിൻ്റെ അകത്ത് നഷ്ടം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ എഴുതി വെച്ചോ. ഞാനീ പറയുന്നത് ഇന്ന് ചേന്നമംഗലത്ത് നിന്നാണ്, ഒരു പൈതൃക ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എഴുതി വെച്ചോ, ചരിത്രത്തിൽ എഴുതി വെച്ചോ. ഇത് ഈ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന ഈ CPMന്റെ ഈ വർഗീയവാദം അത് CPMന്റെ അവസാനത്തിൻ്റെ ആരംഭമായിരിക്കും. എഴുതി വെച്ചോ. എന്തെങ്കിലും ചരിത്രത്തിൽ ഞാനും അങ്ങനെയെങ്കിലും അറിയപ്പെടും.